ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാല വബഅദ്. നമ്മൾ ഈ ക്ലാസ് മുതൽ സൂറത്തുൽ ലുഖ്മാൻ അതാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത്. ഇമാം ഇബ്നു ശിഹാബിന് സുഹ്രി പറഞ്ഞതായി ചില തഫ്സീറുകളിൽ അക്സിറു ഖിറാഅത സൂറത്തിൽ ലുഖ്മാൻ ഫഇന്ന ഫിഹാ അജായിബ് എന്നൊരു പ്രയോഗമുണ്ട് സൂരിൻ്റെ. അക്സിറു നിങ്ങൾ വർദ്ധിപ്പിക്കണം ഖിറാഅത സൂറത്തി ലുഖ്മാൻ, ലുഖ്മാൻ സൂറ പാരായണം ചെയ്യുന്നത്. ഫഇന്ന ഫീഹ കാരണം ആ സൂറത്തിലുണ്ട് അജായിബ് അത്ഭുതങ്ങളെന്ന്. സൂറത്തുൽ ലുഖ്മാനിൽ അത്ഭുതങ്ങളുണ്ട്, അതുകൊണ്ട് അത് നിങ്ങൾ ഓതുന്നത് വർദ്ധിപ്പിക്കണം എന്ന് ഇമാം ഇബ്നു ശിഹാബിന് സുഹ്രി പറയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പം നമ്മളിന്ന് ഈ സൂറത്തുൽ ലുഖ്മാനിലെ ആ അത്ഭുതങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂറത്തുൽ ലുഖ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ്, മക്കിയത്ത്. അതിൽ 27, 28, 29 വചനങ്ങളുടെ വിഷയത്തിൽ ആ വചനങ്ങൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കെ അവതീർണമായ വചനങ്ങളാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമു വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ് എന്ന് തുടങ്ങിയിട്ടുള്ള 3 ആയത്തുകൾ. അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ മക്കയിലാണ്, മക്കിയത്തായ സൂറത്താണ്. ലുഖ്മാനിൽ എത്ര ആയത്തുകളാണ്? 34 ആയത്തുകളല്ലേ? 34 ആയത്തുകൾ. മുസഫുൽ കൂഫ, മുസഫുൽ ബസ്റ, മുസഫുൽ ഷാം അതിൽ 34 ആയത്തുകളാണ്. മുസഫുൽ മക്കി അതേപോലെ മുസഫുൽ മദനി അതിലാണ് 33 ആയത്തുകൾ. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സൂറത്തുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പറയാം. ഇന്ന് നമ്മൾ എന്തുകൊണ്ട് സൂറത്തു ലുഖ്മാൻ, എന്തുകൊണ്ടാണ് സൂറത്തു ലുഖ്മാൻ എന്ന പേര് വന്നത്? ലുഖ്മാൻ എന്നവർ ആ സൂറത്തിൽ പ്രതിപാദിക്കപ്പെട്ടു. ലുഖ്മാൻ എന്നവരുടെ പേര് 2 തവണ വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ, അതുപോലെ വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, 2 തവണ ലുഖ്മാൻ എന്ന പേര് ഈ സൂറത്തിൽ വന്നത് കാരണത്താലാണ് ആ സൂറത്തിന് സൂറത്തുൽ ലുഖ്മാൻ എന്ന പേരിട്ടത്. അതോടൊപ്പം ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വസിയ്യത്ത് തൻ്റെ മകനോട്, അത് വളരെ അർത്ഥഗർഭമായ, ആശയസമ്പുഷ്ടമായ, വളരെ ആധികാരികമായ, മാതൃകാ യോഗ്യമായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോടാണ് വസിയ്യത്ത് ഓതിയതെങ്കിലും ആ വസിയ്യത്ത് മാലോകർക്കെല്ലാവർക്കും വസിയ്യത്താണ്. അങ്ങനെയുള്ള വസിയ്യത്തുകൾ, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വസിയ്യത്തുകൾ പരാമൃഷ്ടമായ സൂറത്തായത് കാരണത്താലാണ് ഈ സൂറത്തിന് ലുഖ്മാൻ എന്ന പേര് വന്നത്. ഈ സൂറത്തിൽ പരാമൃഷ്ടമായ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ കുറേ ചർച്ചകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര്, നാട്, തൊഴിൽ, അദ്ദേഹം ആരായിരുന്നു എന്ന വിഷയത്തിൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതം, സ്വഭാവം, ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളിൽ ചരിത്രങ്ങളിൽ പല കാര്യങ്ങൾ പരാമൃഷ്ടമാണ്. ഇത് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ജീവിച്ചൊരു മഹാനാണ്. ആ മഹാനെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുക, അവലംബിക്കുക എന്നുള്ളതല്ലാതെ മറ്റു വഴിയില്ല. ഏറ്റവും പ്രധാനവും മുഖ്യവുമായിട്ട് നമുക്ക് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്ന പിന്നെ സഹിയായിട്ടുള്ള അധ്യാപനങ്ങളാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്ത് പഠിച്ചു വരുമ്പോൾ അതിൽ വരും. പക്ഷേ ഏറെക്കുറെ മുഫസ്സിറുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ സൂറത്തിനെ തഫ്സീർ ചെയ്ത് തുടങ്ങുമ്പോൾ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചുള്ള വിഷയങ്ങൾ പറയും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് ചില കാര്യങ്ങളിൽ വലിയ പാഠങ്ങളുമുണ്ട്. അപ്പോൾ ഈ ലുഖ്മാൻ എന്നവർ, അദ്ദേഹം നബിയാണ്, അതല്ല അദ്ദേഹം ഒരു വലിയാണ്? നബിയാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ആമിറു ഷാബിയും ഇക്രിമ മൗല ഇബ്നു അബ്ബാസും ഇദ്ദേഹം നബിയായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരാണ്. പക്ഷേ മഹാഭൂരിപക്ഷവും ഇദ്ദേഹം നബിയല്ല,
അദ്ദേഹം ഒരു വലിയ സാലിഹ്, ഒരു സൽവൃദ്ധനായ വലിയായിരുന്നു എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു ഖാദിയായിരുന്നു, വലിയായിരുന്നു എന്നുള്ളതാണ് കൂടുതൽ പണ്ഡിതന്മാരുടെയും പക്ഷം. അദ്ദേഹം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമകാലീനനായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ജീവിക്കെ ഇദ്ദേഹം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് ഷാമിലേക്ക് വന്ന ചരിത്രമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അസിൽ ഇദ്ദേഹം നൗബക്കാരനാണ്. നൗബ എന്ന് പറഞ്ഞത്, നൗബ എന്ന് പറയുന്ന നാടേതാ? ആഫ്രിക്ക, ഈ മിസറിൻ്റെ, ഈജിപ്ത്, മിസറിൻ്റെ തെക്ക് സുഡാൻ ഭാഗത്ത്, ഇന്നത്തൊക്കെ സുഡാനിലായിരിക്കാം, ഒരു പർവ്വതമുണ്ട്, അതാണ് നൗബ. അവിടെയുള്ള ആളുകൾക്കാണ് നൗബി എന്ന് പറയാം, നൗബക്കാരൻ. ചിലർ പറഞ്ഞത് ഇദ്ദേഹം ഹബശക്കാരനാണെന്നാണ്. ഹബശ എന്ന് പറഞ്ഞാൽ നൗബ എന്ന് പറഞ്ഞെങ്കിലും ഏകദേശം ആ നാട്ടുകാരൻ, ആ ഭാഗത്തുള്ള ആഫ്രിക്കൻ നാട്ടുകാരനാണ്. ഇദ്ദേഹം ഒരു അടിമയായിരുന്നു. സ്വതന്ത്രനാണെന്ന് പറഞ്ഞവരുണ്ട്, പക്ഷെ അടിമ എന്നുള്ളതാണ് ശരി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത് ഇദ്ദേഹം ഒരു അബ്ദ്, അടിമയായിരുന്നു എന്നുള്ളതാണ്. അടിമയാകുമ്പോൾ ഉടമക്ക് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളാണ്. പക്ഷേ ലുക്മാൻ എന്നവരുടെ ഉടമ ലുക്മാനിൽ അസൂയാലുവായി. കാരണം എന്താ? ഈ അടിമയെ തേടി ആളുകൾ വരും, ഉടമയെ തേടി ആരും വരില്ല. അപ്പം അടിമയോട് ചോദിക്കുകയാണ് ഉടമ, എന്തുകൊണ്ട് താങ്കളെ തേടി ആളുകൾ വരുന്നു? ഞാൻ ഉടമയായിട്ടും എൻ്റെ അടുക്കൽ ആരും വരുന്നില്ല. അപ്പോൾ ലുക്മാൻ എന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, തർക്കുക യാനീക് വൻഷിഗാലുക ബിമാ ലാ യാനീക് യുബ്ഇദുൻ നാസ അൻക. തർക്കി മാ ലാ യാനീനി വഫിഅലി മാ യാനീനി ജാഅൻ നാസ് യതീനി. ഈ രീതിയിൽ അദ്ദേഹം പറഞ്ഞതാണ്. അതായത് താങ്കളെ ബാധിക്കാത്ത കാര്യങ്ങൾ അതിൽ താങ്കൾ സജീവാണ്, താങ്കളെ ബാധിക്കുന്ന വിഷയത്തിൽ താങ്കൾ വിരക്തനാണ്. അതുകൊണ്ട് തന്നെ താങ്കളെ ആളുകൾ എന്ത് ചെയ്യുന്നു? വിഗണിക്കുന്നു, ഒഴിവാക്കുന്നു, താങ്കളുടെ അടുക്കലേക്ക് ആളുകൾ വരാതിരിക്കുന്നു. എന്നാൽ എന്നെ ബാധിക്കാത്ത വിഷയങ്ങളിൽ ഞാൻ വ്യാപൃതനല്ല, എന്നെ ബാധിക്കുന്ന വിഷയത്തിൽ ഞാൻ വ്യാപൃതനാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഞാൻ ആവശ്യക്കാരനുമാണ്, അതുകൊണ്ട് ആളുകൾ എന്നിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ആ പ്രതികരണം ഈ ഉടമക്ക് വലിയ ഇഷ്ടമായി തോന്നി. മാത്രമല്ല ലുക്മാൻ എന്നവരുടെ വിഷയത്തിൽ ചില പരീക്ഷണങ്ങൾ ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഒരാടിനെ അറുത്തിട്ട് അതിൽ 2 ഏറ്റവും നല്ല അവയവങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ നാവും കൽബും കൊണ്ടുവന്നു. പിന്നെ ഒരാടിനെ അറുത്തിട്ട് അതിലേറ്റവും മോശം അഖ്ബസ് ആയ അവയവം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോഴും നാവും കൽബും കൊണ്ടുവന്നു. അപ്പോൾ അതെന്ത് എന്ന് ചോദിച്ചപ്പോൾ ഉടമയോട് ഈ അടിമ പറഞ്ഞത്, ഇദാ താബ ലൈസ ഫീഹ അത്യബ് മിൻഹുമ ഇദാ താബ വലൈസ ഫീഹ അഖ്ബസ് മിൻഹുമ ഇദാ ഖബുസ. ഒരു മൃഗത്തിൽ നന്നായാൽ ഇതിനോളം നല്ല ഒന്നുമില്ല, വടക്കായാൽ ഇവയോളം വടക്കായ ഒന്നുമില്ല, നാവും കൽബും. അങ്ങനെ യുക്തിയുടെ വർത്തമാനങ്ങൾ, യുക്തിയുടെ പ്രവൃത്തികൾ, ഇതായിരുന്നു ലുക്മാൻ എന്ന അടിമ. അതുകൊണ്ടാണ് യജമാനൻ നൗബയിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചത്, സ്വതന്ത്രരായി പോകാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹം പിന്നെ ആളുകൾ തന്നെ ചുറ്റിപ്പറ്റി കഴിയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആദർശ രക്ഷാർത്ഥം അവിടുന്ന് നൗബയിൽ നിന്ന് വിട്ടു. അങ്ങനെയാണ് ഷാമിലെത്തുന്നത്. ഷാമിലെത്തിയ അദ്ദേഹത്തെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെട്ടു. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെട്ടപ്പോൾ പിന്നെ മകൻ സുലൈമാനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു എന്നാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം മകൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു എന്നാണ്. ഈ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൽ വലിയ സ്വാധീനത്തിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ അത്ഭുത പ്രവൃത്തികളുണ്ട്, മോജിസത്തുകൾ, അദ്ദേഹത്തിൻ്റെ മോജിസത്തുകളിൽപ്പെട്ടതായിരുന്നു. വഅലന്ന ലൗൽ ഹദീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുമ്പിനെ ഒരുക്കി അദ്ദേഹത്തിന്. ഇരുമ്പ് നമ്മൾ ദ്രാവകം കൊണ്ട് കാണിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഇരുമ്പ് കൊണ്ട് കാണിക്കാൻ കഴിയുമായിരുന്നു എന്നാണ്. ഇരുമ്പ് ഖരവസ്തുവാണ്, പക്ഷേ നമ്മൾ ദ്രാവകം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു അതേപോലെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇരുമ്പ് ഉപയോഗിക്കുമായിരുന്നു എന്നാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇതിനെക്കുറിച്ച്, അദ്ദേഹം ചെയ്യുമ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു കാര്യങ്ങൾ. പക്ഷേ ഈ ലുക്മാൻ ചോദിക്കുമായിരുന്നില്ല എന്നാണ്. ലുക്മാൻ നോക്കിയിരിക്കും. അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എല്ലാവരും എന്നോട് ചോദിക്കണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ചോദിക്കാത്തത്. അപ്പോൾ പറയാണ്, ഞാൻ
ഒരു പ്രവൃത്തി വീക്ഷിക്കും, നിരീക്ഷിക്കും. ശരി, ആ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിൻ്റെ ആവശ്യമല്ല, വെറുതെ ഒരു ചോദ്യം അല്ലേ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കും, അപ്പോൾ ചോദിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ പ്രതികരണങ്ങൾ മനസ്സിലായി. അതാണ് ഈ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അധ്യാപകനായിട്ട് നിശ്ചയിക്കാൻ കാരണമായത് എന്നൊക്കെ ചരിത്രത്തിൽ വായിക്കാം. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവാര് അല്ലെങ്കിൽ കുടുംബമേതി എന്നൊക്കെ വിഷയത്തിൽ ഇതേപോലെ ചരിത്രങ്ങൾ കാണാം. ലുക്മാൻ ഇബ്നു ബാഊറ എന്നാണ്. ബാഊറ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ലുക്മാൻ. ഈ ബാഊറ എന്നുള്ളത് നാഹൂർ എന്നുള്ള വ്യക്തിയുടെ പേരാണ്. നാഹൂർ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് താറഹ് എന്നാണ്. താറഹ്. അപ്പോൾ ലുക്മാൻ ഇബ്നു ബാഊറ ഇബ്ൻ നാഹൂർ ഇബ്നു താറഹ് എന്നാണ് പറയുന്നത്. ഈ താറഹ് എന്നത് കേട്ടിട്ടുണ്ടോ? ആരാ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാപ്പ ആസറിൻ്റെ മറ്റൊരു പേരാണ് താറഹ്. എൻ്റെ മകൻ നാഹൂറിൻ്റെ മകൻ ബാഊറ എൻ്റെ മകൻ ലുക്മാൻ അല്ലേ. ആസറിൻ്റെ സന്താന പരമ്പരയിലാണ് ഈ ലുക്മാൻ വരുന്നത്. അദ്ദേഹം ദീർഘകാലം ജീവിച്ചിട്ടുണ്ട് എന്നാണ്. ദീർഘകാലം ജീവിച്ച വ്യക്തിയാണ് ലുക്മാൻ. അതുകൊണ്ടാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ കാലത്തേക്ക് അദ്ദേഹം ജീവിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ചിലർ പറയുന്നത് ഇദ്ദേഹം ലുക്മാൻ ഇബ്നു അൻഖ ഇബ്നു നസ്വർ, ലുക്മാൻ ഇബ്നു അൻഖ ഇബ്നു നസ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. കാരണം ഇതൊക്കെ സഹസ്രാബ്ദങ്ങൾക്കപ്പുറം വലിയ ഉള്ള ചരിത്രമായതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇങ്ങനെ ഈ പേരുകളുടെ വിഷയത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം വരുന്നത്. പിന്നെ മാത്രമല്ല, അന്നൊക്കെ പേരുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഇന്നത്തെ കാലത്ത് മാതിരി ഒരു പേരും അത് രജിസ്റ്റർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള എല്ലാ പരിപാടികളല്ല. പേരുകൾ എന്ന് പറഞ്ഞെങ്കിൽ പലയിടത്തും പല പേരുകളും അന്നത്തെ കാലത്തൊന്നും ഒരു വിഷയമല്ലാത്തതാണ്. ചിലർ പറഞ്ഞത് ഇത് ഇബ്നു ഖാലത്തി അയ്യൂബ് അലൈഹി സ്വലാം, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖാലത്തിൻ്റെ മകനാണ്. ഖാലത്ത് എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരി. ചിലർ പറഞ്ഞത് ഇബ്നു ഉഖ്തി അയ്യൂബ് അലൈഹി സ്വലാം, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരി പുത്രനാണ് ലുക്മാൻ എന്നൊക്കെ പറഞ്ഞത്. പലരും പറഞ്ഞ നസബയാണ് ഞാൻ ഈ ഇവിടെ എഴുതിയത്. ലുക്മാൻ അലൈഹി സ്വലാം അറബിയാണോ അനറബിയാണോ? അത് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഒരു പ്രധാന ചർച്ചയാണ്. ഇദ്ദേഹം അറബിയാണോ അതല്ല അനറബിയാണോ? അനറബിക്ക് എന്താ പറയുക? അജമി. അജമി എന്ന് പറഞ്ഞാൽ അനറബി. അറബി അനറബി ആരാണ് എന്നതാണ്. ഈ പേര് അറബി പേരാണോ അതല്ല അനറബി പേരാണോ എന്നുള്ളതാണ്. ഇപ്പം ഇബ്രാഹിം, ഇസ്മായിൽ ഇതൊക്കെ അനറബി പേരാണ്, അറബി പേരല്ല, അനറബി പേരാണ്. ഇതേപോലെയാണോ ലുക്മാൻ? ചിലർ പറഞ്ഞ് അനറബി പേരാണ്. അനറബി പേരാകുമ്പോൾ വിശക്കാരല്ല. പക്ഷെ ഇത് അറബി പേരാണ് എന്ന് വന്നാൽ ഇത് ഏതിൽ നിന്നുള്ള അറബി പേരാണ്? അറബി പേരാകുമ്പോൾ ഇത് വിൽപ്പന്നാകും, ഒരു ക്രിയാധാതുവിൻ്റെ വിൽപ്പന്നാകും, ഇസ്തിഖാഖ്. അപ്പോൾ ഏതിൽ നിന്നെടുക്കപ്പെട്ടതാണ് ഈ അറബി പേര്? അറബി പേരാണ് എന്ന് പറയുമ്പോൾ അല്ലഖം എന്നതിൽ നിന്നാണ് ഇത് എടുക്കപ്പെട്ടത്. അല്ലഖം, ഇതല്ലഖം. ലഖം, മാഷാ അല്ലാ. ഉരുളക്കാണ് പറയുക. ലുക്മത്ത് എന്ന് പറയില്ലേ? ലുക്മത്ത്, ലുക്കൈമാത്ത് എന്ന് പറയും. അത് ഉരുളകളല്ല, അത് ലുക്മ ഉരുളയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു സ്ത്രീ മാംസാഹാരം ഉണ്ടാക്കിയിട്ട്, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ ക്ഷണിക്കുകയാണ്, ഒരു മഹദി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അവർ ക്ഷണിച്ചു വേഗം. ഹദീസിൽ കാണാം, ഫഅഖദ ലുക്മത്തൻ, നബി തങ്ങൾ ഒരു ലുക്മത്തെടുത്ത് തനാവലഹ, നബി തങ്ങൾ ആ ലുക്മത്ത് വായിൽ വെച്ചിട്ട് തിന്നാൻ തുടങ്ങുക. പക്ഷേ ലം യുസിഹ, റസൂലുള്ളാഹിക്ക് അത് ഇറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹി ശാത്ത് ദുബിഹത് ബിഗൈരി ഇദ്നി അഹ്ലിഹ, ഈ ആട് പെർമിഷൻ ഇല്ലാതെ അറുക്കപ്പെട്ടതാണ്, ഉടമൻ്റെ അനുവാദമില്ലാതെ അറുക്കപ്പെട്ടതാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ആ ഉമ്മ എന്നിട്ട് പറഞ്ഞ്, യാ റസൂലല്ലാ, ഇന്ന ലാ നഹ്തസിമു മിൻ ആലി സഅദ് ബിൻ മുആദ് വഹും ലാ യഹ്തസിമൂന മിന്ന. റസൂലെ, സഅദ് ബിൻ മുആദ് പ്രമുഖ സഹാബി അൻസാരി, ആ കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഗതി എടുത്തു നിന്നതിൽ ഞങ്ങൾ ഒരു ലജ്ജ കാണിക്കേണ്ടതില്ല.
അവർ ഞങ്ങളുടേത് എടുത്തുന്നതിൽ ഒരൊറ്റ ഒരു ലജ്ജ കാണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് അത് അനുവദനീയാണ്. ആടാണെങ്കിൽ ഞങ്ങൾക്ക് അറുത്ത് തിന്നാം, മുട്ടക്കാണെങ്കിൽ അറുത്ത് തിന്നാം, ഒരു പ്രശ്നം ഓൽക്ക് ഇങ്ങോട്ടും അങ്ങനെ തന്നെ. ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ അവർക്ക് സ്വത്താണ്, അവരുടെ സ്വത്ത് മുഴുവൻ ഞങ്ങൾക്ക് സ്വത്താണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അനുവാദം ചോദിക്കാറില്ല എന്ന് പറയുന്നത്. അവിടെ ആ സംഭവത്തിൽ പിന്നെ അഹദ ലുക്കുമത്തൻ റസൂൽ ലുക്കുമത്ത് എടുത്തു എന്നാണ്. ഹത്തൽ ലുക്കുമ, ഹത്തൽ ലുക്കുമ എന്താ ലുക്കുമ? ഉരുള. തജാലുഹ ഫി ഫി ഇംറഅതിക, നിന്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുവെങ്കിൽ അതെന്താ? സദഖ എന്ന് പറഞ്ഞാൽ ലുക്കുമത്ത്. അതാണ് വിശുദ്ധ ഖുർആനിൽ വന്നില്ലേ, ഫൽതഖമഹു, വിഴുങ്ങി എന്നാണ്. ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം അല്ലേ, വിഴുങ്ങി ഇൽതഖമ. അപ്പോൾ അതാണ് ലഖം. ലഖം എന്ന് പറഞ്ഞെങ്കിൽ വിഴുങ്ങുക, സ്പീഡിൽ തിന്നുക, വേഗത്തിൽ തിന്നുക എന്ന അർത്ഥത്തിലാണ്. ലുക്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പോൾ അതാണ്, സ്പീഡിൽ തിന്നുന്നവൻ എന്ന അർത്ഥത്തിൽ. ഒരിക്കൽ ഈ അബുൽ അസ്വദ് ദുഅലി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഒരു അറാബി വന്നിട്ട് തിന്നായിരുന്നു. നടന്മാർ പോലെ സ്വിച്ച് ഇട്ട യന്ത്രത്തിൻ്റെ മാതിരി മുപ്പര് തിന്നണ പെരും തീറ്റ തുടങ്ങിയെന്നാണ്. അബുൽ അസ്വദ് അലി ചോദിക്കാണ്, മസ്മുക്ക്, എൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ ലുക്മാൻ. അപ്പോൾ അബുൽ അസ്വദ് അലി പറയാണ്, മാ അഖ്താ അഹ്ലുക ഫീ ഇസ്മിക എന്നാണ്, അല്ലെങ്കിൽ തസ്മിയത്തൊക്കെ, നിൻ്റെ പേരിടലിൽ നിൻ്റെ കുടുംബത്തിനൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞതാണ്. കാരണം മൂപ്പര് ആണ് യന്ത്രം കണക്കെയാണ് ഇത് പെറുക്കിടുന്നതെന്നാണ്. അവിടെ അബുൽ അസ്വദ് അലി തന്നെ ഒരു വിഷയമാണ്. അബുൽ അസ്വദ് അലി വലിയ പണ്ഡിതനാണ്, വ്യാകരണത്തിലും ഭാഷയിലുമൊക്കെ വലിയ പിന്നെ ഒരു മഹാ അത്ഭുതമാണ് അബുൽ അസ്വദ് അലി. ഭയങ്കര ധിഷണയാണ് അദ്ദേഹം. പെട്ടെന്ന് നല്ല കണിശമായി കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ഒരു പിന്നെ ബുദ്ധിരാക്ഷസനാണ് അബുൽ അസ്വദ് അലി. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സമകാലീൻ താബിഈങ്ങളിൽ പ്രസിദ്ധനാണ് അബുൽ അസ്വദ് അലി. ബാലിം ഇബ്നു അംർ അലി, ഇവർക്ക് ഈ അലി റളിയല്ലാഹുവിൻ്റെ കൂടെയാണ് ഇദ്ദേഹം ബനു കുശൈർ ഗോത്രത്തിലായിരുന്നു, അതിനോടടുത്തായിരുന്നു താമസിച്ചിരുന്നത്. ബനു കുശൈർ, ഈ ബനു കുശൈർ ഗോത്രത്തിന് അലിയാരെ കണ്ടുകൂടാ, അലി റളിയല്ലാഹുവിനെ കണ്ടുകൂടാ. കാരണം അവർ ഈ ഖവാരിജികളോട് ചായവുള്ള ഒരു ടീമാണ്. പക്ഷെ അവർക്ക് അബുൽ അസ്വദ് അലിയെ താല്പര്യമാണ്, അതുകൊണ്ടാണ് അവിടെ പോയി തുറന്നത്. പക്ഷേ അലിയാരോടൊപ്പമാണ് അബുൽ അസ്വദ് അലി എന്നറിയുന്നത് കാരണത്താൽ അവർക്ക് ആ നിലക്ക് വെറുപ്പുണ്ട്. അപ്പോൾ ഇരുളിൻ്റെ മറവിൽ രാവിൽ ഇവരെന്ത് ചെയ്തും അബുൽ അസ്വദ് അലിയെ കല്ലെറിയുന്നതാണ്. കല്ലെറിയും. എന്തിനാണ് കല്ലെറിയുന്നത്? ഈ അലി റളിയല്ലാഹുവിനോടുള്ള ഇത് കാരണത്താൽ അവരുടെ വെറുപ്പ്. അന്നത്തെ കാലത്ത് അങ്ങനെയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരിക്കൽ അബുൽ അസ്വദ് അലി ബനു കുശൈറിനോട് പറഞ്ഞു തന്നാണ്, നിങ്ങളല്ലേ എന്നെ കല്ലെറിയണത്? അപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങളല്ല നിന്നെ കല്ലെറിയുന്നത്, ഞങ്ങളെ കല്ലെറിയുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവാണ് നിങ്ങളെ എറിയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അബുൽ അസ്വദ് അലി പറയുന്നത്, പെട്ടെന്ന് അവരോട് പറയാണ്, ഖെദബ്തും വല്ലാ, ലൗ അൻ അല്ലാഹ റമാനി ല അസാബരി, നിങ്ങൾ പറഞ്ഞ കളവാണ്. കാരണം അള്ളാഹുവാണ് എറിഞ്ഞത് എങ്കിൽ, എന്നെയാണ് എറിഞ്ഞത് എങ്കിൽ എൻ്റെ പേര് തെറ്റൂല, പിഴക്കൂല, കൃത്യമായിട്ട് വീഴും. പക്ഷേ നിങ്ങളാണ് എറിയുന്നതെന്നുള്ള തെളിവാണിത്. എനിക്ക് കൊള്ളണില്ല. അള്ളാഹു അല്ല എറിയുന്നത്, അള്ളാഹുവാണ് എറിഞ്ഞതെങ്കിൽ തെറ്റൂല, നിങ്ങളാണ് എറിയുന്നത് ഇരുളിൻ്റെ മറവിൽ തന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രതികരിച്ചു എന്നാണ്. ആ ഖെദബ്തും വല്ലാ, നിങ്ങൾ പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞിട്ടും ഇവരത് പറഞ്ഞു എന്നാണ്, അവർ ഉത്തരം മുട്ടിച്ചു എന്നുള്ളതാണ്. അല്ല കൊള്ളി ഈ അബുൽ അസ്വദ് അലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്താ ചരിത്രത്തിൽ എല്ലാ കഴിവുകളുണ്ട്. പക്ഷേ ചില മനുഷ്യന്മാരല്ലേ, പ്രകൃതിയിൽ മൂപ്പർക്ക് എന്താണ്, ഇവർക്കൊരു പിശുക്കനായിട്ടാണ് അറിയപ്പെട്ടുള്ളത് മൂപ്പര്. ബുഖിൽ എന്ന് പറയാൻ പാടുള്ളതല്ല, ബുഖിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ഇരുന്നിട്ട് ഈ തീറ്റ. അപ്പോഴാണ് പറയുന്നത്, എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിന് പേരിട്ടതിലൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ്. അലാക്കുല്ലിൻ ഇതാണ് ലുക്മത്ത്, ലഖ്മിൽ നിന്നാണ് ലുക്മാൻ. അതിനാൽ പേര് അറബിയാണ്. ഇതാണ് ഒരു വിഭാഗത്തിൻ്റെ പക്ഷന്മാർ വിഭാഗം പറഞ്ഞതല്ല, ഇത് അജമി പേരാണ്, അനറബി പേരാണ്, ഇത് അറബിയല്ല. രണ്ടായാലും ലുക്മാൻ എന്നുള്ള പേര് വ്യാകരണ പ്രകാരം ഗൈറു മുൻസരിഫ് എന്ന് പറയും. ഗൈറു മുൻസരിഫ് എന്ന് പറഞ്ഞാൽ
ഗൈർ മുനവ്വൻ. ഇതിൽ തൻവീന് വരില്ല. ലുക്മാനുൻ, ലുക്മാനൻ ഇങ്ങനെ പറയില്ല. പിന്നെ ഇത് കെസറത്ത് കൊണ്ട് ജെറ് ചെയ്യപ്പെടില്ല, ഫത്തഹത്ത് കൊണ്ടാണ് ജെറ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതിൽ കുറേ വ്യാകരണ ചർച്ചകൾ കാണാൻ സാധിക്കും. അജമിയാണ് എങ്കിൽ അനറബി അലമാണ്, അനറബി അലമാണ്. ഉജുമത്തും അലമീയത്തും കാരണത്താൽ ഇത് ഗൈർ മുൻസരിഫാണ്. അറബി അലമാണെങ്കിൽ അലമിയത്ത് കൊണ്ടും അലിഫുൻ നൂനും ചേർന്നത് കൊണ്ടും ഇത് ഗൈർ മുൻസരിഫാണെന്നൊക്കെ ചർച്ച. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറയല്ല, ഒരു പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു വിവരം തഫ്സീറിൽ വായിച്ചതൊന്നും ഉണർത്തിയെന്ന് മാത്രം. ക്ലാസ് കേൾക്കുന്നതിൽ ചിലർ പഠിപ്പിക്കുന്ന ആളുകളുണ്ടാവും എന്നുള്ളവർക്ക്. അല കുല്ലിൻ വിഷയം ഇനി ഈ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ശാശ്വതമാക്കി. എന്തുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ ശാശ്വതമാക്കിയത്? അത് മനസ്സിലാക്കാനാണ് ചില കാര്യങ്ങൾ നമ്മളിവിടെ ഇനി ഉണർത്തുന്നത്. അദ്ദേഹത്തെ ശാശ്വതമാക്കി. വിശുദ്ധ ഖുർആൻ ഓതുന്ന കാലം അത്രയും ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം സ്മരിക്കപ്പെടും. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരം അദ്ദേഹം പിന്നെ കറുത്ത തൊലിപ്പുറമുള്ള ഒരു വ്യക്തിയായിരുന്നു. അസ്വദുൽ ബഷറ. അതേപോലെ തന്നെ അദ്ദേഹം ഒരു അബ്ദ്, അടിമയായിരുന്നു. അദ്ദേഹം അഫ്തസ് എന്ന അദ്ദേഹത്തിൻ്റെ അഫ്തസ് എന്ന ചപ്പിയ മൂക്കുള്ള ആൾ. പിന്നെ അദ്ദേഹം ഖസീർ. എന്താ ഖസീർ? അദ്ദേഹം ഷോർട്ടായിരുന്നു. അദീമുശഫത്തൈൻ. എന്താ അദീമുശഫത്തൈൻ പറഞ്ഞേ? ഇരു ചുണ്ടുകളും കട്ടിയായിരുന്നു. അതേപോലെ തന്നെ മുഷിരിഫുൽ ഖദമൈൻ. രണ്ട് കദമുകളും മുഷിരിഫായിരുന്നു. പറഞ്ഞാൽ ഇങ്ങനെ കദമുകൾ ഇങ്ങനെ തുറിച്ചിട്ട്, ഈ മടമ്പുകൾ തുറിച്ച ചില ആഫ്രിക്കൻ വംശജരെ നമുക്ക് കാണാം. അവരുടെ കാലുകൾ തുറിച്ച് ചുണ്ടുകൾ പിന്നെ വികസിച്ച് ഇങ്ങനെയല്ലേ അവരുടെ ശരീരം. മുഷിരിഫുൽ ഖദമി. ഇതൊക്കെയാണ് ഒരാൾ എങ്കിൽ അയാളുടെ ശരീരം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇമാം സഈദ് ഇബ്നുൽ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ മസല ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ മനുഷ്യനൊരു കറുത്ത തൊലിപ്പുറമുള്ള ആളായിരുന്നു. ഭയങ്കര കറുത്ത തൊലിപ്പുറമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇമാം സഈദ് ഇബ്നുൽ മുസയ്യബ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, പിന്നെ താങ്കൾ ഒരു കറുത്ത മനുഷ്യനാണ് എന്നുള്ളതിൽ താങ്കൾ ഒരിക്കലും ദുഃഖിക്കരുത്. കാരണം ഭൂലോകത്തെ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ 3 പേർ ഉണ്ടായിരുന്നു. അതൊന്ന് ബിലാൽ ഇബ്നു റബാഹാണ്, മറ്റൊന്ന് മഹ്ജ മൗല ഇബ്നു ഉമറിൻ്റെ അടിമ മഹ്ജ ആണ്, പിന്നെ 3 ലുഖ്മാൻ എന്നവരാണ്. ഇവർ ലോകത്തെ ശ്രേഷ്ഠരാണ്. ബിലാൽ, മഹ്ജ, പിന്നെ ലുഖ്മാൻ. അവരൊക്കെ ആയിരുന്നു ഇതേപോലെ തൊലിപ്പുറം പിന്നെ കറുത്ത് കാണപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് താങ്കൾക്ക് അതൊരു പ്രശ്നമാകേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഞാനത് കൊണ്ടുവന്നത് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശാരീരിക അവസ്ഥ ഇതാണ് ചരിത്രം പറയുന്നത്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഖൽഖ് എന്നാൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതയാണിത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഖുലുഖ് എന്താ? ഖുലുഖ് സ്വഭാവം. അദ്ദേഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ നമുക്കൊരായത്ത് വരും. ആയത്ത് നമ്മൾ നമുക്ക് വിശദീകരിക്കും. വലഖദ് ആതൈന ലുഖ്മാനൽ ഹിക്മ. അള്ളാഹു പറയുന്നത് വലഖദ് ആതൈന, അള്ളാഹുവാണ് തീർച്ചയായും നാം നൽകിയിട്ടുണ്ട്. ലുഖ്മാൻ എന്ത് നൽകിയിട്ടുണ്ട്? അൽ ഹിക്മത്ത് നൽകിയിട്ടുണ്ട്. വമൻ ഊതി എന്താണ് പറഞ്ഞത്? വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്നാണ് പറഞ്ഞത്. വല്ലവർക്കും ഹിക്മത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഖൈറൻ കസീറൻ, ധാരാളം ഖൈറുകൾ, നന്മകൾ നൽകിയിട്ടുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ അള്ളാഹുവാണ് ലുഖ്മാൻ എന്നവർക്ക് എന്ത് നൽകിയത്? ഹിക്മത്ത് നൽകിയത്. അപ്പോൾ ഹിക്മത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് എന്ത് കുറഞ്ഞാലും ഒരു പ്രശ്നമല്ല. ശാരീരികമായി ഉപരിപ്ലവമായി എന്ത് കുറഞ്ഞാലും എന്തില്ല, ഒരു നഷ്ടമല്ല, ഒരു പ്രശ്നമല്ല എന്നുള്ളത്. അദ്ദേഹത്തിന് ഹിക്മത്തുണ്ട്. ലുഖ്മാൻ എന്നവരോട് ചോദിക്കുന്നുണ്ട്, നോക്കിയേ, അദ്ദേഹം അഫ്തസാണ്, ചപ്പിയ മൂക്കാണ്.
പിന്നെ അലീമു ഷഫത്തൈനാണ്, ചുണ്ടുകൾ, അദ്ദേഹത്തിൻ്റെ അതരങ്ങളുടെ പ്രത്യേകത ഇതാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ അക്ബഹ വജ്ഹക് എന്ന്. മാ അക്ബഹ വജ്ഹക്, എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ മുഖം എത്ര വിരൂപമാണ്, നിങ്ങളുടെ മുഖം എത്ര വിരൂപമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അദ്ദേഹം ഹിക്മത്തുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് ഒരേ സമയം അദ്ദേഹത്തിൻ്റെ ഹൽക്കും ഒരേ സമയം അദ്ദേഹത്തിൻ്റെ ഹുൽക്കും വായിക്കാനുള്ളതാണ് ഈ ചരിത്രം. മാ അക്ബഹ വജ്ഹക്, അങ്ങയുടെ മുഖം എത്ര വിരൂപം എന്ന് പറഞ്ഞപ്പോൾ ലുക്മാൻ അദ്ദേഹത്തോട് പ്രതികരിച്ചത് തഈബു അലൻ നഖ്ഷ് അം അലൻ നഖാശ് എന്നാണ്. തഈബു ചോദ്യമാണ്, തഈബു അലൻ നഖ്ഷ് അം അലൻ നഖാശ് എന്നാണ്. അതിനർത്ഥം നഖ്ഷ് എന്താ? നഖ്ഷ് ശരിക്കും കൊത്തുപണിക്കാണ് പറയാ. ഇപ്പം നമ്മളൊരു കൊത്തുപണി ചെയ്യൂലേ, അതിനാണ് പറയാ അല്ലേ. ഇത് കൊത്തുപണിയല്ലേ. ഇതിൽ കണ്ണ് വെച്ചു, കാത് വെച്ചു, പിന്നെ കാതല്ല മൂക്ക് വെച്ചു, കാത് വെച്ചു അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ എന്തൊക്കെ ചുണ്ടുകളുണ്ട്, പല്ലുകളുണ്ട്, നാവുണ്ട്, അതേപോലെ തന്നെ എത്ര പിന്നെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സൃഷ്ടിച്ചതല്ലേ. ഏത് നഖ്ഷ്, ഈ നഖ്ഷിനെയാണോ നീ കുറ്റപ്പെടുന്നത്, അതല്ല നക്കാശിനെയാണോ? നക്കാശ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊത്തുപണി ചെയ്യുന്ന ആള്. അതാരാ? അള്ളാഹുവാണ്. അതാണ് ചോദിച്ചത്. നഖ്ഷിനെയാണോ നീ കുറ്റപ്പെടുന്നത്, അതല്ല നക്കാശിനെയാണോ എന്ന് ചോദിച്ചു എന്നാണ്. അതാണ് അയാൾ ഉത്തരം മുട്ടിച്ചു എന്നുള്ളതാണ്. അതെല്ലാവരോടും നമുക്ക് ചോദിക്കാവുന്നൊരു വിഷയമാണ്. ചിലപ്പോൾ ചിലരുടെ കളറിൻ്റെ പേരിൽ ചിലർ ആക്ഷേപിക്കും, ചിലരുടെ ഉയരത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കും, ചിലരുടെ പിന്നെ ശാരീരികമായിട്ടുള്ള ചില ഉപരിപ്ലവ ഘടനയെയും അതേപോലെ തന്നെ അവസ്ഥയെയും ചിലർ എന്ത് ചെയ്യും, ആക്ഷേപിക്കും, അല്ലെങ്കിൽ അതിൽ പരിഹസിക്കും, കുറ്റപ്പെടുത്തും. അപ്പോൾ അവർ ശരിക്ക് കുറ്റപ്പെടുത്തുന്ന ആരെയാണ്? ഈ നിറം നൽകിയ, ഈ ഘടന നൽകിയ, ഈ രൂപം നൽകിയ റബ്ബിനെയാണ്. അത് ചോദിച്ചു എന്നാണ്. നഖ്ഷിനെയാണോ നീ ആക്ഷേപിക്കുന്നത്, അല്ല നക്കാശിനെയാണോ എന്ന് ചോദിച്ചു എന്നാണ് ലുക്മാൻ അലൈഹിസ്സലാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഖുലുഖ്, സ്വഭാവം അറിയിക്കുന്ന ഒരു വിഷയം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഹിക്മത്തിൻ്റെ വിഷയത്തിൽ വിശ്രുതനായി ആളുകൾക്കിടയിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായി. ഒരിക്കലേ അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്, ദീർഘയാത്ര കഴിഞ്ഞ് വരികയാണ് ലുക്മാൻ. യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അദ്ദേഹം നാട്ടിലെത്തി. പിന്നെ അദ്ദേഹം ചോദിക്കണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. കൈഫ അബി, എൻ്റെ വാപ്പ എങ്ങനെയുണ്ട്? അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച വ്യക്തി പറഞ്ഞു, മാ താബൂക്ക്, അങ്ങയുടെ വാപ്പ മരിച്ചിരിക്കുന്നു, മരിച്ചു. അപ്പോൾ ഉടൻ അൽഹംദുലില്ലാ തവല്ലൈതു അംരി, അൽഹംദുലില്ലാ തവല്ലൈതു അംരി എന്ന് പറഞ്ഞു. ഞാൻ ഉത്തരം എന്ന് പറയാം. പിന്നെ ചോദിച്ചു ഇതാണ്, കൈഫ ഉമ്മി, എൻ്റെ ഉമ്മ എങ്ങനെയാണ്? പറഞ്ഞു, മാത്തത്ത് ഉമ്മുക്ക്, നിങ്ങളുടെ ഉമ്മ മരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദഹബ ഹമ്മി എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, കൈഫ സൗജത്തി, എൻ്റെ കുടുംബിനി എങ്ങനെ? മാത്തത്ത് സൗജത്തുക്ക്, നിങ്ങളുടെ കുടുംബിനി മരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തജദ്ദത്ത് ഫിറാഷി. പിന്നെ ചോദിച്ചു, കൈഫ ഉഖ്തി, എൻ്റെ സഹോദരി എങ്ങനെ? പറഞ്ഞു, മാത്തത്ത് ഉഖ്തുക്ക്, നിങ്ങളുടെ സഹോദരിയും മരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹസൻതു അല്ലെങ്കിൽ ഹഫിൽതു ഇർദി എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, കൈഫ അഖി, പറഞ്ഞു, മാത്ത അഖൂഖ്, അങ്ങയുടെ സഹോദരനും മരിച്ചിരിക്കുന്നു. ലുക്മാൻ ദീർഘകാലം ജീവിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ യാത്രയിൽ ദീർഘകാലം കഴിഞ്ഞാണ് മടങ്ങുക. അപ്പോൾ മടക്കത്തിൽ നാട്ടിലേക്ക് തിരിച്ച് മടങ്ങിയപ്പോൾ ചോദിക്കുകയാണ്, അവസാനം ചോദിച്ചത് സഹോദരനെ കുറിച്ചാണ്. കൈഫ അഖി, പറഞ്ഞു, മാത്ത അഖൂഖ്, നിങ്ങളുടെ സഹോദരനും മരിച്ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇൻഖസമ ബഹരി, ഇൻഖസമ ബഹരി, എൻ്റെ മുതുകുടി ഒടിഞ്ഞു എന്നാണ്. എന്താ പിന്നെ വാപ്പ എന്നെ ചോദിച്ചപ്പോൾ വാപ്പ മരിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ തവല്ലൈതു അംരി, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തു. കാരണം വാപ്പുണ്ടെങ്കിൽ മുഴുവൻ കാര്യങ്ങളും ഇല്ല, വാപ്പാണ് കുറേ കാര്യങ്ങളുടെ ചുമതല. വാപ്പ മരിച്ചപ്പോൾ ഇനി കാര്യങ്ങളെല്ലാം എന്നിലേക്ക്. ഉമ്മ എന്തെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ മരിച്ചു എന്നാണ്. അപ്പോൾ പറഞ്ഞു, ദഹബ ഹമ്മി, എന്താ ദഹബ ഹമ്മി, എൻ്റെ ടെൻഷൻ പോയി എന്നാണ്. കാരണം എന്താ, ഉമ്മ ഉണ്ട് എങ്കിൽ ആ ഉമ്മയെ പരിചരിക്കണം. ഉമ്മയാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ, ആ വാതിൽ കാത്ത് സൂക്ഷിക്കണം. അതിനെന്താ വേണ്ടത്? ഉമ്മയ്ക്കുള്ള സൽപരിചരണമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ ടെൻഷൻ പോയി. മറ്റേതെന്താണ്, ഞാൻ ഉമ്മയുടെ വിഷയത്തിൽ അർഹമായത് നൽകുമോ, ഉമ്മയെ പരിചരിക്കാനാവുമോ, കൃത്യമായത് നോക്കാനാവുമോ എന്നുള്ള ടെൻഷൻ, അതാണ് ആ ടെൻഷൻ പോയി എന്ന് പറയും. പിന്നെ പറയാണ് സൗജത്ത്, ഭാര്യനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാത്ത സൗജത്ത്,
അപ്പം പറയണ ഇതെൻ തജദ്ദത്തു ഫിറാഷി. എന്താ തജദ്ദത്തു ഫിറാഷി എന്ന് പറഞ്ഞാൽ? ഫിറാഷ് എന്താ? വിരിപ്പല്ലേ. തജദ്ദത്ത് പറഞ്ഞാൽ എന്താ? അത് മാറ്റണം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ നമ്മൾ പെട്ടെന്ന് അതാണ് വായിക്കണത്, അതല്ല. തജദ്ദത്ത് ഫിറാഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ ഭാര്യ ജീവിച്ചിരുന്നു, ജീവിച്ചിരിക്കെ ആ ഭാര്യയുടെ വിരിപ്പിൽ ഒരാളെ സമ്മതിക്കുമോ? ഭാര്യ ഇല്ല, ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ ഇനി മറ്റൊരു കല്യാണം ഞാൻ കഴിക്കുകയാണെങ്കിൽ തന്നെയും ആദ്യ ഭാര്യയോട് ജീവിച്ചിരുന്നെങ്കിൽ അവൾ സമ്മതിക്കാത്തൊരു കാര്യമാണ് അവരുടെ വിരിപ്പ് മറ്റൊരാൾക്ക് സമ്മതിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് വിരിപ്പ് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ ഭാര്യയുടെ ആ വികാരത്തെ ഞാൻ മാനിക്കണം, മരിച്ചാലും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാതെ രണ്ടാം കെട്ടിന് അവസരമായി എന്നുള്ളതല്ല. പലരും അങ്ങനെയാണ് അത് വായിച്ചത്. പിന്നെ മറ്റൊന്ന് തജദ്ദത്ത് ഫിറാഷി എന്ന് പ്രതികരിക്കാൻ കാരണം അല്ലേ, ഇനി ഒരു പുതിയ ജീവിത സഖിയെ കണ്ടെത്തുകയാണ് എങ്കിൽ ഈ മറ്റൊരാളോടൊത്ത് ശയിച്ചത് അവൾക്ക് നൽകുക എന്ന് പറഞ്ഞെങ്കിൽ പറ്റൂല, അതൊരു മാന്യതല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് മറ്റൊരു മണിയറ ഒരുക്കുക, എന്നിട്ട് അവരെ ആദരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണത്തിൻ്റെ ലക്ഷ്യം. പിന്നെ മൂന്നാമത്തേത് ഉഖ്ത് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹഫിൽത്ത് ഒയറുള്ളി എന്നാണ്, ഞാൻ എൻ്റെ അഭിമാനത്തെ കാത്തു എന്നാണ്. കാരണം എന്താ, സഹോദരിമാർ ഉണ്ടല്ലോ, അവരിൽ നിന്ന് വരുന്ന അപജയം ആങ്ങളായിരിക്കും എന്താ, അതവർക്ക് അഭിമാനത്തിന് ക്ഷതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലക്ഷ്യം. പിന്നെ അഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാത്ത അഹൂക്ക്, അങ്ങയുടെ സഹോദരൻ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഇൻകസം ബഹരി എന്നാണ്, എൻ്റെ മുതുകൊടിഞ്ഞു എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? സഹോദരങ്ങൾ പാരസ്പര്യം അല്ലേ, ഒന്നൊന്നിനെ പൂരിപ്പിക്കുന്നതും അതേപോലെ തന്നെ സഹോദരങ്ങൾ ഒത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു ബലമാണ്. ഒരു സഹോദരൻ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, നടുവൊടിഞ്ഞ പോലെയാണ്. പക്ഷെ എന്ത് വേണം, സഹോദരന്മാരാകണം. അപ്പം ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഞാൻ ഇത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഇതാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ വളരെ യുക്തിദീക്ഷയുള്ള പ്രതികരണങ്ങളാണ്. അത് കാരണത്താൽ അദ്ദേഹം എല്ലായിടത്തും എന്തായി, പ്രസിദ്ധനായി. ലുഖ്മാൻ എന്നവർ പ്രസിദ്ധനായി. ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് നമ്മുടെ വിഷയം. ഇങ്ങനെയുള്ള ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ മാലോകർക്ക് പാഠവും അതേപോലെ തന്നെ അർത്ഥസമ്പുഷ്ടവുമായിട്ടുള്ളതൊക്കെ ആയത് കാരണത്താൽ അദ്ദേഹം വിശ്രുതനായി. അതുകൊണ്ടാണ് ഒരാൾ ചോദിക്കുകയാണ്, ഇന്നലകളിൽ ആടുകളെ മേച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയല്ലേ നിങ്ങൾ? ഇന്നലകളിൽ നിങ്ങൾ ഒരു അടിമയായിരുന്നില്ലേ? കൈഫ ബലഗത ഇലമ തറ, നിങ്ങൾ ഈ ഒരവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി എങ്ങനെയെന്ന് ചോദിക്കാൻ. ഇന്നലകളിൽ ആട്ടിടയൻ, ഇന്നലകളിൽ അടിമ, എന്നിട്ട് നിങ്ങൾ ഇന്ന് ഈ ഒരവസ്ഥയിലേക്ക് എത്തി, നിലവാരത്തിലേക്ക് എത്തി, അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ബി തഖ്വല്ലാ, അള്ളാഹുവിൽ തഖ്വയുള്ള ജീവിതം നയിച്ചതുകൊണ്ട്. ഒബി അദാഇൽ അമാന, ഞാൻ അമാനത്ത് നിർവഹിക്കുന്നത് കൊണ്ട്. വസിദ്ഖുൽ ഹദീസ്, സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട്. വതർക്കി മാലാ യഅനീനി, എന്നെ ബാധിക്കാത്ത വിഷയങ്ങൾ ഞാൻ അതിലിടപെടാത്തത് കൊണ്ട്. അതേപോലെ തന്നെ വകസ്റത്തു സുംത്, കസ്റത്തു സുംത് എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയവും ഞാൻ ആരാണ്, മൗനിയാണ്. ആവശ്യത്തിനേ മിണ്ടുള്ളൂ, ആവശ്യത്തിനെ തൊള്ള തുറക്കുള്ളൂ. അത് കാരണത്താലാണ് എനിക്ക് ഈ ഒരു നിലവാരം വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ വരെ അടിമയായി ആടുകളെ മേച്ച് നടന്നിരുന്ന അങ്ങ് ഇന്ന് ഇങ്ങനെ ഒരു ഹിക്മത്തിൽ മാലോകർക്ക് മാതൃകയാകും വിധം എങ്ങനെ വിരാജിച്ചു എന്നതാണ് ചോദ്യം. ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ്? അദാഉൽ അമാന, അമാനത്തിൻ്റെ നിർവഹണം. വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് നിർവഹിക്കുക. പിന്നെ സിദ്ഖുൽ ഹദീസ്, സത്യസന്ധമായി സംസാരിക്കുക. തഖ്വല്ലാ, അള്ളാഹുവിലുള്ള തഖ്വ, പഠിച്ചവനെ പേടി. പിന്നെ കസ്റത്തു സുംത്, എല്ലായിടത്തും നാക്കിട്ടടിക്കുക എന്നുള്ളതല്ല, പിന്നെ ആവശ്യമുള്ളിടത്ത് വേണ്ടത് പറയുക. പിന്നെ തർക്കി മലായ ആനീനി, എന്നെ ബാധിക്കാത്ത വിഷയത്തിലേക്ക് ഞാൻ ഇടപെടാതിരിക്കാൻ പോവുക. ചില ആൾ കണ്ടില്ലേ, എല്ലായിടത്തും പോയി ഇടപെടും. മൂപ്പരവിടെ വേണ്ടതില്ല, ഒരാവശ്യമല്ല. പക്ഷെ എന്നാലും അതെന്താണ്, എങ്ങനെയാണ്, ചകഞ്ഞുകൊണ്ടിരിക്കും. നസ്രാസുൽ മതങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിനുള്ളിൽ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാലാ യാനി, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിനെ മേന്മ കൂട്ടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് തന്നെ ബാധിക്കാത്തത് ഒഴിവാക്കുക എന്നുള്ളത്. തനിക്ക് ബാധകമല്ലാത്ത വിഷയത്തിൽ എന്തിനാ പോയിട്ട് തലയിടുന്നു?
അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈമാനിനെ ഇസ്ലാമിനെ മേന്മ കൂട്ടുന്ന കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്വഭാവം മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞത്. അദ്ദേഹം സൽഗുണ സമ്പന്നനായിരുന്നു. അദ്ദേഹം ശാരീരികമായിട്ട് പല വിഷയങ്ങളിലും പരിമിതി ഉള്ള വ്യക്തിയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നിത്യമാക്കിയത് അദ്ദേഹത്തിൻ്റെ ശാരീരിക ഘടന കൊണ്ടോ ഉപരിപ്ലവ ഭാവം കൊണ്ടോ അത് പറഞ്ഞിട്ടല്ല, പിന്നെയോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, പെരുമാറ്റം, ഇതൊക്കെ കാരണത്താലാണ്. അതിലൂടെയാണ് അള്ളാഹു അദ്ദേഹത്തെ നിലനിർത്തിയത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മിഹിന തൊഴിൽ, അദ്ദേഹം ഖയ്യാത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖയ്യാത്ത് എന്താ? തുന്നൽക്കാരൻ. അദ്ദേഹം അതല്ല, നജ്ജാദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നജ്ജാർ ആണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. നജ്ജാർ ശരിയാ. അദ്ദേഹം റായി എന്താ? ആട്ടിടയൻ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വേറെയും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊഴിലുമായി ഇതൊക്കെ അദ്ദേഹം ഹാത്തിബ് വിറക് ശേഖരിച്ച് ആ വിറക് വിറ്റ് ജീവിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. നജ്ജാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖയ്യാത്തും നജ്ജാദും ഏറെക്കുറെ ഒരുപോലെയാണ്. പക്ഷേ നജ്ജാദ് ഈ കാർപ്പറ്റുകൾ, അതേപോലെ തന്നെ കെനബുകൾ എന്നുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെ പറയാം. ഞാനിത് പറഞ്ഞത് ചരിത്രം ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ വിഷയമൊക്കെ പറയണത് ഇങ്ങനെയുള്ള ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ഖയ്യാത്ത്, അല്ലെങ്കിൽ ഒരു നജ്ജാർ, ഒരു ഇടയൻ, ഒരു ഹാത്തിബ്, വിറക് ശേഖരിച്ച് വിറ്റ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി. ഈ ഒരു വ്യക്തിയെയാണ് വലഖദ് ആതൈനാ ലുഖ്മാൻ അൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് എന്ന് പറഞ്ഞുള്ള വചനങ്ങൾ അവതീർണമാകുന്നത്. അദ്ദേഹം യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ വസിയ്യത്തുകൾ ആ വസിയ്യത്തുകൾ ഓരോന്നും വിലമതിക്കാനാകാത്ത വസിയ്യത്തുകളാണ്. ആ വസിയ്യത്ത് പിൽക്കാലത്തേക്ക് ഖിയാമത്ത് നാൾ വരേക്കും ചരിത്രത്തിൽ ശേഷിക്കുന്നത്. അപ്പം മനുഷ്യന്മാരുടെ ഉപരിപ്ലവമായിട്ടുള്ള ഘടനയോ അവരുടെ തൊഴിലുകളുടെ പരിമിതിയോ ഇതൊന്നല്ല ഒരു മനുഷ്യനെ അള്ളാഹുവിങ്കൽ പരിഗണനീയനാക്കാൻ മാനദണ്ഡം. അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനീയനാക്കാൻ മാനദണ്ഡം. അതാണ് ഇവിടെ ഇതൊക്കെ നമ്മളിപ്പോൾ ചരിത്രത്തിൽ നിന്ന് ഇതൊക്കെ വായിച്ചു കണ്ട് ഇവിടെ ഉദ്ധരിക്കണത് എന്തിനാ? ലുഖ്മാനെ കുറിച്ച് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഇതൊക്കെ പ്രത്യേകിച്ച് ഈ ശാരീരികമായിട്ടുള്ളതായ ചില പരിമിതികൾ പറയുക എന്നുള്ളതൊരു പ്രയാസമാണ്. പക്ഷെ ചരിത്രം അത് ഉദ്ധരിച്ചു. അതാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ചരിത്രത്തിൽ നിന്ന് ഇട്ടിട്ട് ഇവിടെ ഉദ്ധരിക്കണം. അതെന്തിനാണ്? അത് ഈ ഒരു ആശയത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റബ്ബിൻ്റെ പരിഗണന അത് കടന്നു വരൽ, ആ ഒരു വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലുഖ്മാൻ എന്ന പേര് നമ്മൾ കേൾക്കേണ്ട സഹാബികൾക്ക് പരക്കെ. സഹാബികളിൽ എത്ര ലുഖ്മാന്മാരുണ്ട്? താബിഈങ്ങളിൽ എത്ര ലുഖ്മാനുണ്ട്? ലുഖ്മാൻ ചിലർ പ്രസിദ്ധമാണ് കേട്ടോ. ലുഖ്മാൻ എന്നുള്ളതിൽ നിങ്ങൾക്ക് ആരെങ്കിലും ലുഖ്മാൻ അറിയോ? സഹാബികൾ. ഒരു ലുഖ്മാൻ ഇബ്നു ആദ് ഉണ്ട്. വലിയ ചരിത്രമുള്ള മനുഷ്യനാണ് ലുഖ്മാൻ ഇബ്നു ആദ്. 100 ആളുകളുടെ ശക്തിയും 100 ആളുകളുടെ ഹിക്മത്തും പറയപ്പെട്ട ഒരു മനുഷ്യനാണ് ലുഖ്മാൻ ഇബ്നു ആദ്. പൂർവ്വകാലത്ത് ഈ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഒക്കെ മുമ്പുള്ള ചരിത്രം. ലുഖ്മാൻ ഇബ്നു ആദ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അഹ്കാഫുകാരനായിരുന്നു. ഷദ്ദാദ് ഇബ്നു ആദ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. വലിയ ചരിത്രമുള്ള ഭരണാധികാരി. ഈ ലുഖ്മാൻ ഇബ്നു ആദിനും അങ്ങനെ ചരിത്രമുണ്ട്. ഒരു സബ്അത്തു നുസൂർ, 7 പാപ്പിടിയന്മാർ, പരുന്തുകൾ, 7 പരുന്തുകളും ലുഖ്മാൻ ഇബ്നു ആദും എന്ന് പറഞ്ഞിട്ട് ചില ചരിത്രങ്ങളുണ്ട്. ഭയങ്കര വലിയ ചരിത്രം. ഏതായാലും അങ്ങനെ ഒരു ചരിത്ര പുരുഷൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. വിസ്തൃതമായ ചരിത്രമാണ് അയാളുടേത്. അയാൾക്ക് 100 മനുഷ്യരുടെ ഹിക്മത്തും ഉണ്ടായിരുന്നു, 100 മനുഷ്യരുടെ കരുത്തും ഉണ്ടായിരുന്നു എന്നാണ് ഈ ലുഖ്മാൻ ഇബ്നു ആദിൻ. അത് വളരെ ചരിത്രങ്ങൾക്ക് മുമ്പ് മക്കയുടെ ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കും. കഅബയുടെ ചരിത്രത്തിൽ, ജബൽ അബി ഖുബൈസിൻ്റെ ചരിത്രത്തിൽ, സബീർ മലയുടെ ചരിത്രത്തിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറേ കിസ്സകൾ വായിക്കും. ലുഖ്മാൻ ഇബ്നു ആദ് എന്ന പോലെ തന്നെ ലുഖ്മാൻ ഇബ്നു ഷബ്ബ ഉണ്ട്. ഈ ലുഖ്മാൻ ഇബ്നു ഷബ്ബ സഹാബിയാണ്. സഹാബികൾ നമ്മൾ വായിക്കുന്ന ഏക സഹാബി ഈ ലുഖ്മാൻ എന്ന പേരിൽ ഈ വ്യക്തിയാണ്. ലുഖ്മാൻ ഇബ്നു ഷബ്ബ ഇബ്നു മുഅയ്ത്ത് അൽ അബസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ബനു അബസ് ഗോത്രത്തിൽ നിന്ന് 9 പേർ വന്നു. 9 പേർ.
നബിസ്വല്ലല്ലാഹു തങ്ങൾക്ക് ബയ്യത്ത് ചെയ്തിട്ട് സ്വീകരിക്കാൻ. അതിലൊരാളായിരുന്നു ലുഖ്മാൻ ഇബ്നു ശബ്ബ ഇബ്നു മുഅയ്ത് അൽ അബസി. ആകെ ഒരു സഹാബിയാണ് ഈ പേര്. താബിഈങ്ങളിൽ അതേപോലെ ഒരാളുണ്ട്, അതാണ് ലുഖ്മാൻ ഇബ്നു ആമിർ അൽ ഉസാബി, അബു ആമിർ അൽ ഹിൻമസി. ലുഖ്മാൻ ഇബ്നു ആമിർ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അബു ദർദ, അബു മൂസ എന്നിവരിൽ നിന്നൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ലുഖ്മാൻ ഇബ്നു ആമിർ എന്ന താബിഈ. അബു ദർദ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു വിഷയം അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം മാദാ അമിൽത ഫീമ അലിംത്, മാദാ അമിൽത ഫീമ അലിംത്. എങ്ങനെ എഴുതുക? മാദാ അമിൽത അല്ലേ? ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. അമിൽത, നീ എന്ത് ചെയ്തു? ഫീമ ഫീമ അലിംത, അലിംത നീ അറിഞ്ഞതിൽ, പഠിച്ചതിൽ നീ എന്ത് ചെയ്തു എന്ന ചോദ്യം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. അതും അലാ റുഊസിൽ ഖലായിഖ്, മുഴുവൻ പടപ്പുകളുടെയും സാന്നിധ്യത്തിൽ, സമക്ഷത്തിൽ. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് മാദാ അമിൽത ഫീമ അലിംത് എന്ന് എന്നോട് ചോദിക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് അബൂദർദ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്. അത് ഉദ്ധരിക്കണ ആരാണ്? ലുഖ്മാൻ ഇബ്നു ആമിർ എന്ന താബിയാണ്. എന്നാൽ അബൂ മൂസ അൽ അശ്അരി, അബൂദർദ ഇവരോടൊക്കെ സമകാലീനാണ് ലുഖ്മാൻ. ലുഖ്മാൻ എന്ന പേര് പലപ്പോഴും ചരിത്രത്തിൽ വളരെ വിരളം ആളുകൾക്കാണ്. അപ്പോൾ സഹാബികൾ അതേപോലെ തന്നെ താബികളിലൊക്കെ ഇങ്ങനെ പരിമിതം ആളുകൾക്ക് മാത്രമേ ഈ പേരുള്ളൂ. ഏതായാലും ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ള ചില ഒരു വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ ആ ചരിത്രം ആ സൂറ തുടങ്ങുമ്പോൾ അള്ളാഹു പേരിട്ടത് കാരണത്താൽ ആരാണ് ആ മഹാൻ എന്ന് മനസ്സിലാക്കാൻ ഇവിടെ നമ്മൾ കേൾക്കേണ്ടത്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ പറഞ്ഞില്ലേ, നബിയാണോ വലിയാണോ എന്ന വിഷയത്തിലുള്ള ചർച്ച. അദ്ദേഹം ഖാദിയായിട്ടുണ്ട്, അത് പ്രസിദ്ധമാണ്. അദ്ദേഹം മുഅല്ലിമാണ്, അത് പ്രസിദ്ധമാണ്. ആരുടെ മുഅല്ലിമാണ്? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരെ മുഅല്ലിം എന്നല്ല. പിന്നെ അദ്ദേഹം ഹക്കീമാണ്, അതല്ല ഒരു തർക്കമല്ല. ലുഖ്മാനുൽ ഹക്കീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് നൽകിയത് കാരണത്താൽ. ഏതായാലും നമ്മളൊരു സൂറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്തിന് സൂറത്തുൽ ലുഖ്മാൻ എന്ന് പേരിട്ടു. സൂറത്തുൽ ലുഖ്മാൻ്റെ വിഷയത്തിൽ, ആ സൂറത്തിൻ്റെ പേരിൻ്റെ വിഷയത്തിൽ എന്തില്ല, മറ്റൊരു പേര് പറയപ്പെട്ടിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എത്ര പേരുകളുണ്ട്? സൂറത്തുൽ ബഖറയ്ക്ക് എത്ര പേരുകളുണ്ട്? ഓരോ സൂറത്തിനും പല പേരുകളുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിനൊക്കെ എത്ര പേരുകളാണ്. പക്ഷേ മറ്റൊരു പേരില്ലാത്ത സൂറത്ത് അതാരാണ്? അത് സൂറത്തുൽ ലുഖ്മാനാണ്. അപ്പോൾ ഈ പേരിന് അടിസ്ഥാനമായ ആ വ്യക്തിത്വം ആര്? അത് ചരിത്രം അന്വേഷിച്ചത് അല്ലെങ്കിൽ ചരിത്രം കോറിയത്, അതാണ് ഞാനിവിടെ അതിൻ്റെ ഒരു വിഷയം ചിലതിവിടെ ഉണർത്തിയത്, ഓർമ്മയിലുള്ളത് ഞാനിവിടെ കേൾപ്പിച്ചത്. അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് സൂറത്തുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഇനി സൂറത്തിൻ്റെ തുടക്ക ഭാഗവും അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും.